ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശന് പുതിയ ഓണക്കോടിയൊക്കെ കൊടുത്തിരിക്കുകയാണ് കാർത്തിക. എന്നിട്ട് കാർത്തിക പറയുന്നുണ്ട്, ഇത് എൻ്റെ അമ്മ ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പാഴ്സൽ വന്നതാണ്, അമ്മ കൊടുത്തയച്ചതാണ്, അച്ഛൻ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ പ്രകാശൻ അത് തുറന്നു നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അച്ഛൻ വീട്ടിലേക്ക് പോയിട്ട് അതൊന്ന് ഇട്ട് നോക്ക്, പാകാവണുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരൂ, അത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനാണ് എന്ന് പറയുന്നുണ്ട്. പ്രകാശൻ അപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്, കാർത്തിക മോളുടെ അമ്മയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ഒന്ന് സംസാരിച്ചിട്ടില്ല, ശബ്ദമൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കുക. അച്ഛൻ തിരക്ക് പിടിക്കാതിരിക്കുക, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അച്ഛന് ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു തരും, എന്തായാലും എൻ്റെ അമ്മ അത്ര ഭംഗി കുറവുള്ളതൊന്നല്ല, നല്ല നല്ല കളറൊക്കെ ഉള്ളതാണ് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ ഉണ്ടല്ലോ, അത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പം രണ്ടാം ഭാര്യയോ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. അപ്പോൾ ആ നേരത്ത് കാർത്തിക, എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചാൽ ആദ്യ ഭാര്യ, പിന്നെ കല്യാണിയുടെ അമ്മ, അപ്പം രണ്ടാം ഭാര്യ ആവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അവളെ എൻ്റെ മനസ്സിൽ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ആ ഡ്രസ്സും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും ആ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ വലിയ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് നമ്മുടെ കാർത്തികയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർത്തിക അതൊക്കെ തന്നെ അമ്മയ്ക്കും അയച്ചു കൊടുക്കുകയാണ്. അമ്മയാണെങ്കിൽ ആ ഫോട്ടോ ഒക്കെ കണ്ട് കലി കയറി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ്. പ്രകാശൻ പ്രകാശൻ സെലക്ട് ചെയ്ത സാരി പ്രകാശനാണ് സെലക്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാർത്തികയുടെ അമ്മ ആ സാരി വലിച്ചു എറിഞ്ഞ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട ആളാണ്, അത്രയ്ക്ക് ദേഷ്യമാണ്. എന്തായാലും അമ്മയുടെയും മകളുടെയും അവരെ കൊണ്ടുള്ള ഈ കളികളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് കാർത്തികയും അമ്മയും. അവരാണെങ്കിൽ ഇവരുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും അറിയില്ല. എന്തായാലും അവരുടെ ഇപ്പോൾ എടുത്തിട്ടുള്ള പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു കൂലി, അതായത് പൈസ പോലും കൊടുക്കാതെ, ശമ്പളം പോലും കൊടുക്കാതെ പണിയെടുക്കാൻ കിട്ടിയ രണ്ടാൾക്കാരാണ് പ്രകാശനും വിക്രവും. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുന്നുണ്ട്. ആ കമ്പനി അവരുടെ സ്വന്തമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കുകയും ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം ആ കമ്പനി സ്വന്തം അനിയത്തിക്ക് കല്യാണിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് കാർത്തികയുടെ തീരുമാനം. അങ്ങനെ ആ ഭാഗത്ത് അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ മറുഭാഗത്താണെങ്കിൽ എല്ലാവരും ഓണത്തിന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് ഓണം സെലിബ്രേഷനൊക്കെ വേണ്ടി എല്ലാവരും തയ്യാറായി അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഡൽഹിയിൽ ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ഫസ്റ്റ് അടിക്കും, ഭയങ്കര ടെൻഷനിൽ എല്ലാവരും ടി വിയിൽ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു, കല്യാണിക്ക് ഫസ്റ്റ് തന്നെ കിട്ടുകയാണ്. അത് കണ്ട് ടി വിയിൽ കണ്ടിട്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ കിരണും രൂപയും അതുപോലെ സേനനുമുണ്ട്, പിന്നെ കാദംബരിയും രതീഷും അമ്മയും, അതായത് ദീപയും ഉണ്ട്, കല്യാണിയുടെ അമ്മയും, പിന്നെ സോണിയും ആൽബിയും, അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ചൂളം വിളിയും കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു സന്തോഷം അവർ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ്. അതുപോലെ തന്നെ അവളെ വേഗം തന്നെ കല്യാണിയെ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട് കിരൺ, എന്നിട്ട് അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കല്യാണിയും അവിടെ ഇവരെയൊക്കെ മിസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെയും ചെറിയ രീതിയിൽ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളും അങ്ങനെ പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ കിരണിൻ്റെ കമ്പനിയിൽ വന്നിട്ടുള്ള പുതിയ സ്റ്റാഫായ ക്രിസ്റ്റി, അത് കിരണിൻ്റെ മനസ്സിൽ ഒരിടം പിടിക്കാൻ വേണ്ടിയാണ് അവൾ അവിടേക്ക് വന്നിട്ടുള്ളത്. അത് രാഹുൽ പറഞ്ഞിട്ടാണ്. അങ്ങനെ അവളാണെങ്കിൽ കല്യാണം ഇല്ലാത്ത സമയം നോക്കി കിരണിൻ്റെ അരികിൽ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. പല സന്ദർഭങ്ങളിലും അവൻ്റെ ദേഹത്തോട് തൊട്ടുരുമി തന്നെയാണ് നിൽക്കുന്നത്. സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് കയ്യൊക്കെ ഇങ്ങനെ അവൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കിരൺ ആണെങ്കിൽ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുന്ന പോലുമില്ല. കമ്പനി കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതും ചെയ്യുന്നതും എല്ലാതും, അവളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ ആദ്യം അവളുടെ ഇതിലൊന്നും നമ്മുടെ കിരണിനെ വീഴുന്നില്ല. അവൾ ആകെ മട്ടിപ്പോവുകയാണ്. കാരണം അവൾക്ക് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അവൾക്ക് ആദ്യം തോന്നിപ്പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ കല്യാണി അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പം എന്തായാലും കിരണ് എന്തായാലും വളച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഇപ്പം എത്ര രൂപയാണോ ക്രിസ്റ്റിക്ക്
കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനേക്കാളും ഇരട്ടിയുടെ തുക കാർത്തിക കൊടുക്കാമെന്ന് ക്രിസ്റ്റിക്ക് വാക്ക് കൊടുക്കുന്നൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറും. പിന്നെ തന്നെയല്ല, ഈ മനോഹറിൻ്റെ ജീവിതം തകർക്കാൻ കൂടിയിട്ടാണ് മനോഹറിനെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുമ്പോൾ ആ ജീവിതത്തിലേക്ക് കിരണിനെ കൈപിടിച്ച് കയറ്റാനാണ് എന്നുള്ളതൊക്കെ നമ്മുടെ മനോഹറും അറിയുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിലും മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ താരയും സരയും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഓണത്തിൻ്റെ അവസരം തന്നെയാണ്, നടന്നു പോകുന്ന സമയത്ത് സരയുവിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് അവിടേക്ക് കിരണും അതുപോലെ തന്നെ സേനനും വരികയാണ്. അപ്പോൾ അവരവിടെ കൈ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് എവിടേക്ക് പോവാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ്, അതെ താരയാൻറ്റി നിങ്ങളെ വീട്ടിലേക്ക് അന്ന് ഓണക്കോടിയുമായിട്ട് വന്നിരുന്നില്ലേ, താരയാൻറ്റിക്ക് എന്താ സംഭവിച്ചത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ ആകെ വെട്ടി വേർക്കുകയാണ് നമ്മുടെ ശാരി. പക്ഷേ സരയുവിനൊന്നും പറയാൻ അറിയുന്നില്ല. സരയു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സരയു പറയാണ്, ആ സ്ത്രീ അവിടേക്ക് വന്നിട്ടില്ല, അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവളെ ഞാൻ ആട്ടിപ്പായിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും താരയുടെ കാര്യത്തിൽ ഇവരെ തന്നെയാണ് അവർക്ക് നല്ല സംശയം. അങ്ങനെ നമ്മുടെ സേനനായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. സരയു ഉടുത്തിട്ടുള്ള ആ ഒരു സാരി, ആ ഒരു ഡ്രസ്സ് നമ്മുടെ താര എടുത്തുകൊണ്ട് കൊടുത്തതാണ്. താരയ്ക്ക് എടുത്തു കൊടുത്തത് സേനനാണ്. അതുകൊണ്ട് തന്നെ സേനനെ അത് കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് കിരണിനോട് പറയുകയാണ് സേനൻ. എന്തായാലും അവൾ ആ ഡ്രസ്സുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് സരയു ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. സരയു താര കൊണ്ടുവന്ന ഡ്രസ്സാണെന്ന് അറിഞ്ഞിട്ടല്ല ഇട്ടിട്ടുള്ളത്. ആ ഡ്രസ്സ് വാങ്ങിയിട്ട് ശാരി തൻ്റെ മകൾക്ക് കൊടുക്കുന്ന രീതിയിൽ സരയുവിന് കൊടുത്തതാണ്. അപ്പോൾ സരയു തൻ്റെ അമ്മ ശാരി തന്നതാണെന്നുള്ള സന്തോഷത്തിലാണ് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ ശാരിയെ വിളിപ്പിക്കുന്നുണ്ട്. ശാരി എന്തായാലും കിരൺ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എത്തും, കാരണം നല്ല പേടിയുണ്ട്. അതുകൊണ്ട് വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, താരയാൻറ്റി അവിടേക്ക് വന്നിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് ബബ്ബബ് അടിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞോളണം, ഇല്ലെങ്കിൽ അറിയാലോ എന്ന് പറയുമ്പോൾ സത്യങ്ങളെല്ലാം ഞാൻ സരയുവിനോട് പറയും എന്ന് പറയുമ്പോൾ വല്ലാതെ പേടിച്ചിട്ട് വന്നിരുന്നു, പക്ഷേ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ തല അടിച്ച് വീണതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ് അവരെ അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ പിന്നെയും ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയുമ്പോൾ സത്യം പറയണം എന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോൾ മനോഹറിൻ്റെ പേര് പറയുകയാണ്. മനുമോനാണ് എന്നെ സഹായിച്ചത്, അവനാണ് അവിടെ കൊണ്ടുവന്നിട്ടത് എന്നൊക്കെ പറയുമ്പോൾ അവനുമുണ്ടല്ലേ ഇതിൻ്റെ പുറകിലായിട്ട്, എന്തായാലും അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇനി മേലാലും താരയാൻറ്റിക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല, താരയാൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൂടി ഞാൻ ഇല്ലാതാക്കുമെന്ന് നമ്മുടെ കിരൺ ശാരിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹറിന് ഇട്ടിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. മനോഹറിനോട് പറയുന്നുണ്ട്, നീയാണല്ലേ ഇതിൻ്റെയൊക്കെ പുറകിൽ താരയാൻറ്റിയെ വഴിയിൽ ഉപേക്ഷിച്ചതും അതുപോലെ നിന്റെ അമ്മായിമ്മയ്ക്ക് സൈഡ് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതൊക്കെ നീയാണല്ലേ, സത്യത്തിൽ നിന്റെ അമ്മായിമ്മ എന്ന് പറയുന്നത് അവരല്ലടാ, ഈ താരയാൻറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹറിൻ്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നുണ്ട് കിരണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.